ജയ് ഭീം. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 3-ാം ഭാഗമാണിത്. അപ്പോൾ ഈ 3-ാം ഭാഗത്തിൽ ഇവിടെ ബാബാ സാഹേബ് അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നൊരു വലിയ വിഷയമുണ്ട്. അതായത് ഇന്ന് ഈ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാർ പോലും, പ്രബുദ്ധരായ ബുദ്ധിജീവികൾ പോലും പറയുന്നൊരു സംഭവമുണ്ട്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു തൊഴിൽ വിഭജനമാണ്. തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ തൊഴിലിനെ വിഭജിക്കപ്പെടുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ്, രാജ്യവിരോധിക്ക് നല്ലതാണ് എന്നൊരു വാദഗതി നമ്മുടെ ബുദ്ധിജീവികൾ ഉൾപ്പെടെ ചില ഇൻ്റർവ്യൂകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാടത്ത് പണിയെടുക്കുന്നവർ ആ പണി ചെയ്യുമ്പോൾ, ഇപ്പം വിശ്വകർമ്മജരായിട്ടുള്ളവർ ഇപ്പം ആശാരിപ്പണി ചെയ്യുമ്പോൾ, അത്തരത്തിൽ ഇപ്പോൾ പറയൽ കൊട്ടയും വെട്ടിയും വളരെ കൃത്യമായിട്ട് നെയ്യുമ്പോൾ അവരുടെ തൊഴിലെടുക്കും. ഇപ്പോൾ ബാർബർമാർ അവരുടെ പണി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ, ഒരു പറ്റം ആൾക്കാർ രാജ്യം ഭരിക്കുമ്പോൾ, ഒരു പറ്റം ആൾക്കാർ പൂജകൾ ആരാധനകൾ ചെയ്യുമ്പോൾ, അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഒരു സിസ്റ്റം നല്ലതാണ്. ആ ഒരു സിസ്റ്റം വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ അത് രാജ്യവിരോധിക്ക് വളരെ നല്ലതല്ലേ എന്ന് പറയുന്നൊരു വാദഗതി പലയിടങ്ങളിലും ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. ബാബാ സാഹേബ് അംബേദ്കർ ഈ ഭാഗത്ത് പറയുന്നതും ജാതി വിഭജനം എന്ന് പറയുന്നത്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു തൊഴിൽ വിഭജനം മാത്രമല്ല, ഒരു തൊഴിലാളി വിഭജനങ്ങൾ കൂടിയായിരുന്നു എന്നാണ്. തൊഴിലാളി വിഭജനം കൂടിയായിരുന്നു എന്നാണ്. അതായത് ഒരു പറ്റം തൊഴിലാളികളെ വെള്ളം കയറിയ അറകളിൽ തളച്ചിടുകയായിരുന്നു ഈ തൊഴിൽ വിഭജനം എന്ന ജാതി വ്യവസ്ഥയിലൂടെ ചെയ്തിരിക്കുന്നതെന്നാണ് ബാബാ സാഹേബ് അംബേദ്കർ ഈ ഒരു ഭാഗത്ത് സമർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിവരിക്കുന്നത്. നമുക്ക് നേരിട്ട് പുസ്തക വായനയിലേക്ക് തന്നെ കടക്കാം. ഇന്നും ജാതിക്ക് പ്രതിരോധകരുണ്ടെന്നത് കഷ്ടം തന്നെ. പ്രതിരോധങ്ങൾ നിരവധിയാണ്. ജാതി വ്യവസ്ഥ എന്നത് തൊഴിൽ വിഭജനത്തിൻ്റെ മറ്റൊരു പേരെന്നാണ് ഒരു വാദഗതി. തൊഴിൽ വിഭജനം ഏത് നാഗരിക രാജ്യത്തിനും അവശ്യം വേണ്ടതാണ്. അപ്പോൾ പിന്നെ ജാതി വ്യവസ്ഥയിൽ എന്താണ് തെറ്റ്? ഇതിനെതിരെ ആദ്യമേ പറയാനുള്ളത്, ജാതി വ്യവസ്ഥ തൊഴിൽ വിഭജനം മാത്രമല്ലെന്നാണ്. അത് തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ്. നാഗരിക സമൂഹത്തിന് തൊഴിൽ വിഭജനം അത്യാവശ്യം തന്നെ. എന്നാൽ തൊഴിൽ വിഭജനത്തോടൊപ്പം തൊഴിലാളികൾ വെള്ളം കയറാ അറകളിൽ വിഭജിക്കപ്പെടുന്ന അസ്വാഭാവിക സമ്പ്രദായം ഒരു പരിഷ്കൃത സമൂഹത്തിലും കാണുകയില്ല. ജാതി വ്യവസ്ഥ തൊഴിൽ വിഭജനത്തിൽ നിന്നും തികച്ചും ഭിന്നമായ തൊഴിലാളി വിഭജനം മാത്രമല്ല, തൊഴിലാളി വിഭജനത്തെ ഒന്നിനു മുകളിൽ മറ്റൊന്ന് എന്ന ക്രമത്തിൽ തരംതിരിച്ചിട്ടുള്ള ഒരു ശ്രേണിയാണത്. തൊഴിൽ വിഭജനത്തോടൊപ്പമുള്ള ഈ തൊഴിലാളി വിഭജനം മറ്റൊരു രാജ്യത്തുമില്ല. ഇവിടെ തൊഴിൽ വിഭജനം അനിച്ഛാപൂർവമായ ഒന്നല്ല, അത് സ്വാഭാവികമായ അഭിരുചിയിൽ അധിഷ്ഠിതമല്ല താനും. സ്വന്തം ജീവിതവൃത്തി ഏതെന്ന് കണ്ടെത്താനും നിലനിർത്താനും എന്ന തലത്തിലേക്ക് ഒരു വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ധർമ്മമാണ് സാമൂഹികവും വൈയക്തികവുമായ കർമ്മക്ഷമത ആവശ്യപ്പെടുന്നത്. ഈ തത്വം ജാതി വ്യവസ്ഥയിൽ ലംഘിക്കപ്പെടുന്നു. വ്യക്തികൾക്ക് മുൻകൂറായി ജോലി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു ശ്രമം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് പരിശീലനം സിദ്ധിച്ച മൗലികമായ കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മാതാപിതാക്കളുടെ സാമൂഹിക പദവിയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരു വീക്ഷണകോണിയിൽ തൊഴിലിൻ്റെ ഈ അടരുകൾ ജാതി വ്യവസ്ഥയുടെ ഫലമാണെന്ന് കാണാം. അത് ഹാനികരമാണ് താനും. വ്യവസായം ഒരിക്കലും നിശ്ചലമല്ല, അത് സത്വരവും ആകസ്മികമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. അത്തരം മാറ്റങ്ങൾക്കൊപ്പം സ്വന്തം തൊഴിലിൽ മാറ്റം വരുത്താൻ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. മാറി വരുന്ന സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ അയാൾക്ക് ഉപജീവനം തന്നെ അസാധ്യമായി തീരും. പാരമ്പര്യസിദ്ധമല്ലാത്ത തൊഴിലുകൾ സ്വീകരിക്കാൻ ജാതി വ്യവസ്ഥ ഹിന്ദുക്കളെ അനുവദിക്കുന്നില്ല. സ്വന്തം ജാതിക്ക് നീക്കിവെക്കപ്പെട്ടതല്ലാത്ത പുതിയ തൊഴിലുകൾ ഏറ്റെടുക്കാൻ പറ്റാതെ ഒരു ഹിന്ദു പട്ടിണി കിടക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ജാതി വ്യവസ്ഥയിൽ കണ്ടെത്താം. തൊഴിലിൻ്റെ പുനഃക്രമീകരണം അനുവദിക്കാതിരിക്കുക വഴി ജാതി വ്യവസ്ഥ ഇവിടെ തൊഴിലില്ലായ്മയുടെ മുഖ്യ ഹേതുവായി ഭവിക്കുന്നു. തൊഴിൽ വിഭജനത്തിൻ്റെ രൂപമെന്ന നിലയിൽ ജാതി വ്യവസ്ഥയ്ക്ക് മറ്റൊരു ദോഷം കൂടിയുണ്ട്. ജാതി വ്യവസ്ഥയിലൂടെയുള്ള തൊഴിൽ വിഭജനം തൊഴിലെടുക്കുന്നവരുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ളതല്ല. വൈയക്തിക വികാരത്തിന്, വൈയക്തികമായ മുൻഗണനയ്ക്ക് അതിൽ സ്ഥാനമില്ല. മുൻകൂർ വിധി എന്ന തത്വം മാത്രമാണ് അതിലടിസ്ഥാനം. വ്യാവസായിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടുമല്ല, തൊഴിലെടുക്കുന്നവർക്ക് അവരുടെ തൊഴിൽ ആകർഷകമാകുന്നില്ലെന്നതാണ്. അത്തരം തൊഴിലുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും വിട്ടുപോകാനും നിരന്തരമായ ആഗ്രഹം തൊഴിലാളികളിൽ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ മുഖ്യ കാരണം അവരിൽ ഹിന്ദുമതം ദുഷ്കീർത്തിയുടെ നിഴൽ വിരിക്കുന്നു എന്നതാണ്.
മനുഷ്യരുടെ മനസ്സോ ഹൃദയമോ തൊഴിലർപ്പിക്കപ്പെടാതായാൽ കാര്യക്ഷമത എങ്ങനെയുണ്ടാകും? അതിനാൽ മനുഷ്യൻ്റെ സ്വാഭാവിക ശക്തികളെ പാരതന്ത്ര്യത്തിലാക്കുകയും സാമൂഹിക നിയമങ്ങളുടെ ദുർഘടാവസ്ഥയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നിടത്തോളം ജാതിവ്യവസ്ഥ ഒരു സാമ്പത്തിക സ്ഥാപനമെന്ന നിലയിൽ ഹാനികരമാണ്. ജാതിവ്യവസ്ഥയെ പ്രതിരോധിക്കാൻ ചിലർ ജീവശാസ്ത്രപരമായിട്ട് കിടങ്ങു പിടിച്ചിരിക്കുന്നു. ജാതിവ്യവസ്ഥ വംശശുദ്ധിയും രക്തവിശുദ്ധിയും സൂക്ഷിക്കുന്നുവത്രേ. ഇപ്പോൾ വംശത്തിൻ്റെ തനിമ സൂക്ഷിക്കുന്ന മനുഷ്യർ ഒരിടത്തുമില്ലെന്ന് ലോകത്തിൻ്റെ ഏത് കോണിലും കാണുന്നത് വംശസങ്കരമാണെന്നും നരവംശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സത്യമാണ്. ശ്രീ D.R. ഭണ്ഡാർക്കർ അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ ജനതയിലെ വൈദേശിക ഘടകങ്ങൾ എന്ന പ്രബന്ധത്തിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: വൈദേശികമൊരു ജനിസില്ലാത്ത ഒരു ജാതിയോ വർഗമോ ഇന്ത്യയിലില്ല. രജപുത്രർ, മറാത്തികൾ തുടങ്ങിയ വർഗങ്ങളിൽ മാത്രമല്ല, സമസ്ത വൈദേശിക ഘടകങ്ങളിൽ നിന്നും മുക്തരാണെന്ന് അഭിമാനിക്കുന്ന ബ്രാഹ്മണർക്കിടയിൽ പോലും വൈദേശിക രക്തത്തിൻ്റെ കലർപ്പുണ്ട്. ജാതിവ്യവസ്ഥ വളർന്നത് വംശസാങ്കര്യം തടയുന്നതിനോ രക്തവിശുദ്ധി നിലനിർത്തുന്നതിനോ വേണ്ടിയുള്ള ഉപായമായിട്ടാണെന്ന് പറയാനാവില്ല. സത്യത്തിൽ ജാതിവ്യവസ്ഥ നിലവിൽ വന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത ജനവർഗങ്ങൾ രക്തത്തിലും സംസ്കാരത്തിലും ഇടകലർന്ന് കഴിഞ്ഞതിന് എത്രയോ ശേഷമാണ്. ജാതി വ്യത്യാസത്തെ അഥവാ വർഗവ്യത്യാസത്തെ ഉയർത്തിപ്പിടിക്കുകയും വ്യത്യസ്ത ജാതികളെ വ്യത്യസ്ത വംശങ്ങളെന്ന മട്ടിൽ പരിഗണിക്കുകയും ചെയ്യുന്നത് വസ്തുതകളെ തകിടം മറിക്കുകയാണ്. പഞ്ചാബിലെ ബ്രാഹ്മണനും മദ്രാസിലെ ബ്രാഹ്മണനും തമ്മിൽ വംശപരമായി എന്ത് സാധർമ്യമാണുള്ളത്? ബംഗാളിലെ അവർണനും മദ്രാസിലെ അവർണനും ഇടയിൽ വംശപരമായി എന്ത് സാധർമ്യമാണുള്ളത്? പഞ്ചാബിലെ ബ്രാഹ്മണനും പഞ്ചാബിലെ ചാമണ്ണും തമ്മിൽ വംശപരമായി എന്ത് വ്യത്യാസമാണുള്ളത്? മദ്രാസിലെ ബ്രാഹ്മണനും മദ്രാസിലെ പറയനും തമ്മിൽ വംശപരമായി എന്ത് വ്യത്യാസമാണുള്ളത്? പഞ്ചാബിലെ ബ്രാഹ്മണനും പഞ്ചാബിലെ ചാമറും വംശപരമായി ഒരേ കുടുംബക്കാരാണ്. ജാതിവ്യവസ്ഥ വംശീയമായ ഏലുകൾ തിരിക്കുന്നില്ല. ഒരേ വംശത്തിൽപ്പെട്ട ജനങ്ങൾക്കിടയിലെ സാമൂഹിക വിഭജനമാണ് ജാതിവ്യവസ്ഥ. എന്നിരുന്നാലും അതൊരു വംശീയ വിഭജനമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിക്കാം. ഇന്ത്യയിൽ ഭിന്നജാതികൾ തമ്മിൽ മിശ്രഭാഗത്തിലൂടെ വംശങ്ങളുടെ രക്തത്തിൻ്റെ മിശ്രണം അനുവദിക്കപ്പെട്ടാൽ എന്ത് ദോഷമാണ് ഉണ്ടാവുക? മനുഷ്യർ മൃഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും വ്യത്യസ്തമായ രണ്ട് ഉപകരണങ്ങളായി ശാസ്ത്രം വകതിരിക്കുന്നു. എന്നാൽ വംശീയ വിശുദ്ധിയിൽ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞർ പോലും തറപ്പിച്ച് പറയുന്നില്ല വ്യത്യസ്ത വംശങ്ങൾ മനുഷ്യരുടെ വ്യത്യസ്ത ഗണങ്ങളാണെന്ന്. അവരെല്ലാം ഒരേ ഗണത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ മാത്രം. അപ്പോൾ അവർക്ക് മിശ്ര പ്രജനനം നടത്താനും പ്രജനനക്ഷമവും വന്ധ്യമല്ലാത്തതുമായ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാൻ പാരമ്പര്യത്തെപ്പറ്റിയും ബീജഗുണോത്കർഷത്തെപ്പറ്റിയും ഒട്ടേറെ അസംബന്ധങ്ങൾ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ജാതി വ്യവസ്ഥ ബീജഗുണോത്കർഷത്തിൻ്റെ അടിസ്ഥാന തത്വമായി പൊരുത്തപ്പെടുന്നതാണെങ്കിൽ അതിനെ എതിർക്കാൻ അധികമാരും ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ വിവേകപൂർവമായ ദാമ്പത്യ ബന്ധത്തിലൂടെയുള്ള വംശാഭിവൃദ്ധിയെ എതിർക്കേണ്ടതില്ല. എന്നാൽ വിവേകപൂർവമായ ദാമ്പത്യ ബന്ധം ഉറപ്പുവരുത്താൻ ജാതി വ്യവസ്ഥയ്ക്ക് കഴിയുന്നതെങ്ങനെ? ജാതി വ്യവസ്ഥ നിഷേധാത്മകമായ ഒന്നാണ്. അത് ഭിന്നജാതിക്കാരെ മിശ്രവിവാഹം നടത്തുന്നതും നിരോധിക്കുന്നു. ഒരു നിർദ്ദിഷ്ട ജാതിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ വിവാഹിതരാകാൻ തിരഞ്ഞെടുക്കാനും അതിന് കഴിയുകയില്ല. ജാതി മൗലികമായ ബീജഗുണോത്കർഷപരമാണെങ്കിൽ ഉപജാതികളും അത്തരത്തിലായിരിക്കണമല്ലോ. എന്നാൽ ഉപജാതികളുടെ ഉറവിടം ബീജഗുണോത്കർഷണപരമായിരുന്നു എന്ന് ഗൗരവപൂർവ്വം കരുതാനാവുമോ? അങ്ങനെ കരുതുന്നത് അസംബന്ധമായിരിക്കും. കാരണം വ്യക്തമാണ്. ജാതി എന്നത് വംശമാണെങ്കിൽ ഉപജാതികൾ തമ്മിലുള്ള വ്യത്യാസമെന്നത് വംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണെന്ന് കരുതാനാവില്ല. എന്തുകൊണ്ടെന്നാൽ ഉപജാതികൾ ഒരേ വംശത്തിൻ്റെ തന്നെ അഭ്യൂഹപരമായ ഉപവിഭാഗങ്ങളാണ്. അതിനാൽ മിശ്രഭോജനത്തിനും മിശ്രവിഭാഗത്തിനും വിലക്ക് കൽപ്പിക്കുന്നത് വംശത്തിൻ്റെയോ രക്തത്തിൻ്റെയോ വിശുദ്ധി നിലനിർത്താൻ വേണ്ടിയുള്ളതല്ലെന്ന് കാണാം. ഉപജാതികളുടെ ഉത്ഭവം ബീജഗുണോത്കർഷണപരമാണെന്ന വാദത്തിൽ കഴമ്പില്ല. ജാതിയുടെ ഉത്ഭവം ബീജഗുണോത്കർഷത്തെ മുൻനിർത്തിയാണെങ്കിൽ മിശ്രവിഭാഗ നിരോധനം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ജാതികൾക്കും ഉപജാതികൾക്കും തമ്മിൽ മിശ്രഭോജനത്തിന് വിലക്ക് കൽപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. രക്തത്തിന് കളങ്കമുണ്ടാക്കാൻ മിശ്രഭോജനത്തിന് കഴിയുകയില്ലല്ലോ. ഇത് വ്യക്തമാക്കുന്നത് എന്താണ്? ജാതിക്ക് ശാസ്ത്രീയമായ ഉറവിടമില്ലെന്ന്. ജാതിക്ക് ബീജഗുണോത്കർഷപരമായ ഒരു അടിത്തറ നൽകാൻ തയ്യാറാകുന്നവർ തികച്ചും അശാസ്ത്രീയമായതിനെ ശാസ്ത്രം കൊണ്ട് പിന്തുണയ്ക്കാൻ ശ്രമിക്കുകയാണ്. പാരമ്പര്യ നിയമങ്ങളെപ്പറ്റി വ്യക്തമായ അറിവില്ലാതെ
ബീജഗുണോത്കർഷ സിദ്ധാന്തം ഇന്നും പ്രായോഗികമായ ഒരു സാധ്യതയായി തീരുന്നില്ല. പ്രൊഫസർ ബാസ്റ്റൺ അദ്ദേഹത്തിൻ്റെ മെൻ്റലിൻ്റെ പാരമ്പര്യ സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മനസ്സിൻ്റെ മേൽത്തരം ഗുണങ്ങളുടെ ഉൽപ്പാദനത്തിൽ അവ സംക്രമണത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥ അനുസരിക്കുന്നത് കാണുന്നില്ല. അവയും ശാരീരിക ശക്തികളുടെ കൂടുതൽ യുക്തമായ വികാസങ്ങളും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒറ്റ ജനിതക ഘടകത്തിൽ നിന്നതിലേറെ നിരവധി ഘടകങ്ങളുടെ സംയോഗത്തിൽ നിന്നാണ്. ജാതി വ്യവസ്ഥ എന്ന സങ്കല്പനം ബീജഗുണോത്കർഷപരമാണെന്ന് വാദിക്കുന്നതിലൂടെ ആധുനിക ശാസ്ത്രജ്ഞർക്ക് പോലും കരഗതമാകാത്ത പാരമ്പര്യ വിജ്ഞാനം ഇന്നത്തെ ഹിന്ദുക്കളുടെ പൂർവ്വപിതാക്കൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു വൃക്ഷത്തെ വിലയിരുത്തേണ്ടത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളെ ആസ്പദിച്ചാണ്. ജാതി വ്യവസ്ഥ ബീജഗുണോത്കർഷപരമാണെങ്കിൽ അത് ഉൽപ്പാദിപ്പിച്ചിരിക്കാവുന്ന മനുഷ്യവംശം ഏത് തരത്തിലുള്ളതാണ്? ശാരീരികമായി ഹിന്ദുക്കൾ ഒരു ജനതയാണ്. അവർ പിഗ്മികളുടെയും കുള്ളന്മാരുടെയും വംശമാണ്. ഉയരവും കരുത്തും കുറഞ്ഞവർ. ഇവരിൽ 10ൽ 9 ഭാഗവും സൈനിക സേവനത്തിന് അയോഗ്യരാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് ജാതി വ്യവസ്ഥ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ബീജഗുണോത്കർഷ സിദ്ധാന്തത്തെ മൂർത്തമാക്കുന്നില്ല എന്നതാണ്. ജാതി വ്യവസ്ഥ ഹൈന്ദവ സമൂഹത്തിലെ തലതിരിഞ്ഞൊരു വിഭാഗത്തിൻ്റെ അഹന്തയും സ്വാർത്ഥതയും മൂർത്തമാക്കുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയാണ്. അതിനെ ഒരു പരിഷ്കാരമെന്ന നിലയിൽ അവരോധിക്കാൻ പോകുന്ന ഉന്നതമായ സാമൂഹ്യ പദവിയും കീഴാളർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ആധികാരികതയും അവർക്കുണ്ടായിരുന്നു. ജയ് ഭീം. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ജാതി നിർമൂലനം എന്ന ഈ പുസ്തകത്തിൻ്റെ 3ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ ഉടൻ.